കണ്ണൂർ ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. സ്ഥലത്ത് ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? മറ്റ് വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഏതാണ്ട് 3 മണിക്കൂർ നേരമായി ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് വന്ന ആംബുലൻസ് അവരുടെ വീടിന് സംസ്കാരം നടക്കേണ്ട ചടങ്ങുകൾ നടക്കേണ്ട സ്ഥലത്തിന് ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്ത് ഈ പ്രദേശവാസികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആംബുലൻസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചിട്ടില്ല. വനം മന്ത്രി തന്നെ ഈ സ്ഥലത്തെത്തണം, അതിനുശേഷം മാത്രമേ അത്തരത്തിൽ ആംബുലൻസ് കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. ഏതായാലും മന്ത്രി ഇവിടേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയം മുമ്പ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഇവിടെ എത്തുകയും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. മന്ത്രി തന്നെ സർവകക്ഷി യോഗത്തിന് ശേഷം സംഭവസ്ഥലം സന്ദർശിക്കും, നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രി എത്തുന്നവരെയും ആംബുലൻസ് കടത്തിവിടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരുള്ളത്. ഏതാണ്ട് പോസ്റ്റ്മോർട്ടം പൂർത്തിയായി 1:45 ഈ 2 ആംബുലൻസുകൾ, മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആറളത്തേക്ക് എത്തിയതാണ്. അവിടെയാണ് ഈ പ്രദേശവാസികൾ ആംബുലൻസ് തടഞ്ഞു നിർത്തിക്കൊണ്ട്, റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് കടന്നു പോകാൻ അനുവദിക്കാതെ വിധമുള്ള വൻ പ്രതിഷേധം നടത്തിയത്. ഇപ്പോഴും ആ കുത്തിയിരിപ്പ് സമരം ആംബുലൻസിന് മുന്നിൽ തുടരുകയാണ്. മാത്രമല്ല ഇവിടെ എത്തിയ നേതാക്കന്മാരെയും എല്ലാം തന്നെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കാത്ത വിധം തടയുന്ന ഒരു സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം, ജനരോഷമാണ് ഇവിടെ ഈ മണിക്കൂറുകളായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതേസമയം തന്നെ ആറളം പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോൾ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ കലക്ടർ നാട്ടുകാരെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രി എത്തിയതിന് ശേഷം മാത്രം എന്തെങ്കിലും തരത്തിൽ ആംബുലൻസ് കടന്നു പോകുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ആറളത്ത് തുടരുകയാണ്. സന്തോഷം, എന്താണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്? ഈ ആവശ്യം അംഗീകരിച്ചാൽ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാം എന്ന നിലയിലേക്ക് പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ പ്രദേശവാസികൾ, പ്രതിഷേധം നടത്തുന്നവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് മന്ത്രി ഇവിടെ നേരിട്ടെത്തണം, ഈ ആംബുലൻസിനടുത്തേക്ക്, പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. അവിടെ വെച്ച് ഈ വാഗ്ദാനങ്ങൾ, ഇവിടെയുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉറപ്പ് നൽകണം, എഴുതി നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമായും ആനമതിലിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക, അതോടൊപ്പം തന്നെ ഫാമിലേക്ക്, ഈ പുനരധിവാസ മേഖലയിലേക്ക് കാട്ടാനകളെ ഇറങ്ങാത്ത വിധം തടയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല അതൊരു വൈകാരികമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. അവരുടെ നാട്ടുകാരിൽപ്പെട്ടിട്ടുള്ള അവരുടെ കൂടെയുള്ള 2 പേർ വൃദ്ധ ദമ്പതികളാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രശ്നം കേൾക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. നേരത്തെ കലക്ടർ വന്ന് സംസാരിച്ചപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്ന നാട്ടുകാരിൽ നിന്ന് 3 പേരെ അവിടേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ചർച്ചയിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിരുന്നു. പക്ഷേ അവർ ആ ഒരു സമവായം അംഗീകരിച്ചില്ല. പകരം മന്ത്രി ഇവിടേക്ക് തന്നെ, ഈ സ്ഥലത്തേക്ക് എത്തണം, ഇവിടെ വെച്ച് മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. ഏതായാലും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കലക്ടർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. മന്ത്രി ഇവിടേക്ക് എത്തും യോഗത്തിന് ശേഷം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ശരി സന്തോഷ്, കണ്ണൂർ ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. അതേസമയം സ്ഥലത്ത് ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഇനി മന്ത്രി അടക്കം സ്ഥലത്തെത്തി ചർച്ച നടത്തും. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.